ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും സെലിബ്രേഷനും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. പറഞ്ഞ് ക്രിസ്മസിന്റെ തലേ ദിവസം ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ക്രിസ്മസ് കൂടിന്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നേരത്തെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇവരിപ്പോ രണ്ടുപേരും കൂടെ പുറത്ത് ഡെക്കറേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇനി നമ്മുടെ രൂപങ്ങളൊക്കെ ഇവിടെ കൂട്ടിലിരിപ്പുണ്ട്. പിന്നെ പുൽക്കൂടിന് വേണ്ടി ഒരു തടി ഇങ്ങനെ സൈഡിൽ സെറ്റ് ചെയ്തു. പിന്നെ ഒന്നും കിളിപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഓരോ പുൽത്തകിടിയായിട്ട് തന്നെ ഫുള്ളായിട്ട് മുറ്റത്തുനിന്ന് പറിച്ച് ഇവിടെ സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ വീഡിയോ നമ്മളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയോ കാര്യത്തിനൊന്നുമല്ല ഈ വീഡിയോ എടുത്തു വെക്കുന്നത്. കാരണം ഈ വീഡിയോ പിന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. പഴയ ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടന്നോളും. ഇപ്പം നമ്മുടെ പഴയ ഒരു ക്രിസ്മസ് വ്ലോഗ് ഉണ്ട്, അതിന് വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാലും കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. അതിനകത്ത് നിച്ചു വളരെ കുഞ്ഞായിരുന്നു. അപ്പൊ അവൻ വലുതാകുമ്പോൾ അവൻ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മെമ്മറി കീപ്പ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പൊ ഉമ്പിയുടെ വണ്ടി ഇതാരുടെ വണ്ടിയാ? നമ്മൾ എല്ലാ വർഷവും വീട് നിറച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അതൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടി നടക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പുൽക്കൂടായിരുന്നെങ്കിലും പുൽക്കൂട് അടിപൊളിയായിരുന്നു. അതിന്റെ പുറത്തൊക്കെ സെറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. പിന്നെ ഈവനിങ് നേരെ ആലപ്പുഴയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് തൊപ്പി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ പുൽക്കൂട്ടി ഇടാനുള്ള ലൈറ്റ് പോയിരിക്കുമായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഒരു പുതിയ ലൈറ്റ് വാങ്ങിച്ചു. അവിടുന്ന് നേരെ മാർക്കറ്റിലുള്ള പച്ചക്കറി കടയിലോട്ടാണ് പോയത്. നാളെ നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. വന്നിരുന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു കഫ്താൻ തേക്കലായിരുന്നു എന്റെ പണി. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ രാവിലെ പച്ച റൊട്ടിയും സ്റ്റൂ ആയിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് കയറി. കാരണം ഇന്ന് ഞാനാണ് ഇവിടെ ബിരിയാണി വെക്കുന്നത്. പണ്ടൊക്കെ 1-2 പേർക്കൊക്കെയാണ് ബിരിയാണി വെച്ചിട്ടുള്ളതെങ്കിലും ആദ്യമായിട്ടാണ് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ബിരിയാണി വെക്കുന്നത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും 2 മതത്തിൽ നിന്നായതുകൊണ്ട് തന്നെ 2 പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാം. ക്രിസ്മസ് വരുമ്പോൾ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാം, വിഷു ഒക്കെ ആകുമ്പോൾ വീട്ടിൽ വന്ന് സദ്യയും കഴിക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി. ഇവിടെ ക്രിസ്മസിന് ബിരിയാണി വെച്ചാലും ഓണസദ്യ കഴിച്ചാലും എല്ലാം ഞങ്ങളത് ഈ ഒരു ഭാഗത്ത് നിലത്തിരുന്നാണ് കഴിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അമ്മയും കൂടി വരുന്നതായിരുന്നു. ഇപ്രാവശ്യം അമ്മയ്ക്ക് ഗുരുവായൂർ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അമ്മ നേരെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. നിച്ചുവിന് പിന്നെ ആദ്യം തന്നെ ഫുഡ് കൊടുത്തുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഓരോ പാത്രത്തിലോട് ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം. ഇതാണ് മേരിയമ്മ, അമ്മച്ചിയുടെ അമ്മ. പിന്നെ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കുകയാണ്. എന്തായാലും സംഭവം കൊള്ളാൻ തോന്നി. ഇനിയിപ്പോ ഫുഡ് കഴി കഴിഞ്ഞാൽ എല്ലാവരും ഒരുങ്ങി ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കുക, നേരെ ഒരുങ്ങുക, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി 2-3 ഫോട്ടോ എടുക്കുക. പിന്നെ എപ്പോഴും ഞാൻ ഫുഡ് ഉണ്ടാക്കി വരുമ്പോൾ 4 മണിയാവും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ 2 മണിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഫോട്ടോ എടുക്കാനായിട്ടുള്ള പോക്കാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കാന്ന് വെച്ചു. അപ്പൊ എല്ലാം നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി ആയപ്പോ കുറച്ച് കമ്പിത്തിരിയും പൂക്കുറ്റിയും ചക്രവും ഒക്കെ കത്തിച്ച് അടിപൊളിയാക്കി. പിന്നെ ഇതായിരുന്നു നമ്മൾ സെറ്റ് ചെയ്ത പുൽക്കൂട്. അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ കമ്പിത്തിരി കത്തിക്കലും ബഹളമൊക്കെ ആയിട്ട് ആ ഒരു ക്രിസ്മസ് ഈവനിങ് അടിച്ചു പൊളിച്ചു. പിന്നെ നിശ്ചിതയെ ഇവിടെ നിന്ന് കമ്പിത്തിരി കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യമൊക്കെ ഇച്ചിരി പേടിയായിരുന്നെങ്കിലും പിന്നെ പിടിച്ചു നിന്നൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും ഇതൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.